പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നൊരു പുതിയ മാങ്ങ ഐറ്റമുമായിട്ടാണ് വന്നത്. ഇതിന് ഞങ്ങളിവിടെ പറയുന്നത് കോതി വെക്കുന്ന പോലെയല്ലേ ഇത് വെക്കുന്നത്, വിറക് കോതുമ്പണ്ണം കൊതുക, അതിന് കൊത്തുമാങ്ങ എന്നൊക്കെയാണ് ഇതിന് പഴയ ആൾക്കാർ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ നമ്മൾ ഇത് അണ്ടിയൊന്നും ഉറച്ചതല്ല, അതുകൊണ്ട് ഞാനതിങ്ങനെ നടുവേ പൊളന്നെടുത്ത് വെച്ചിട്ട് ഈ മാങ്ങ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് എടുത്തു. ഇത് കൂട്ട് ഒരു പീസും ഉണ്ടെന്നൊരിക്കലും നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാവുന്ന ഒരു സൈസ് മാങ്ങാക്കറിയാണ്. മാങ്ങ അച്ചാറാണ് ഞാൻ ഇടാൻ പോണത്. ചാറൊന്നുമില്ല, പറ്റി ഉണങ്ങിയിരിക്കും. അങ്ങനത്തെ നല്ല ടേസ്റ്റിലുള്ള ഈ അച്ചാറാണെന്ന് ഇടുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ അരിഞ്ഞു. ഇതിനകത്തോട്ട് കുറച്ച് പൊടിയുപ്പ് അതേക്കുന്നത്. ഇപ്പോൾ മറ്റേത് ഇട്ട് അവിടെ വെച്ചാൽ അതിനകത്ത് വെള്ളം വരും. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാങ്ങയ്ക്ക് ചെറിയ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെയല്ല ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഇതിനകത്തോട്ട് കുറച്ച് പൊടിയിപ്പ് തിരുമേച്ച് ഉടൻ തന്നെ ഞാനിത് ബാക്കി പരിപാടി ചെയ്യാനുള്ള പരിപാടി. ഓക്കെ, ഇതിനകത്തോട്ട് ഞാനൊരു 100 മില്ലി, ഇത്രയും മാങ്ങയുള്ളൂ, ഞാനങ്ങോട്ട് ഒഴിച്ചു. കുറച്ച് മുളക് പൊടി ചതച്ചത് ഞാൻ അതിനകത്തിട്ടിട്ട് ചതച്ചത് തൊട്ട് പിന്നെ കുറച്ചൊരു എല്ലാം കൂടെ ചേർന്ന് പൊടിയുണ്ട്, ചാറുപൊടി. അത് നമ്മളിവിടെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് ഞാൻ വെച്ചതാണ് ചാറ് പൊടികളെല്ലാം കൂടെ. അപ്പോൾ അതും ഒരു 3 സ്പൂണോളം അതിൻ്റെ ഞാൻ അങ്ങോട്ട് ഇട്ടു. ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത്, ഒരു ശകലം മഞ്ഞപ്പൊടിന് ആവശ്യമാണ്. പിന്നെ ഒരു അച്ചാറ് പൊടിക്കകത്തൊക്കെ ഇത് ഉള്ളതാണ് കായം. എന്നാലും നമ്മളൊരു ശകലോടെ അതിനകത്തോട്ട് അതുകൂടെ ചേർത്ത്. ചാറൊക്കെ ചെല്ലുപറണിയിൽ ഇട്ട് വെക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെല്ലുപറണിയിൽ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്. മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അത്ര വലിയ പഠിപ്പില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നം എന്നാന്ന് ഞാൻ പഠിച്ചില്ല. ഞാൻ ഏതായാലും അത് കേട്ടപ്പം മുതൽ ചെല്ലുപറണിയിലിട്ട് വെക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. കമൻസും ലൈക്കും കമൻസും സബ്സ്ക്രൈബും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.